വിഷ്ണു മഞ്ജു നായകനായി ലാലേട്ടനും പ്രഭാസും അക്ഷയ് കുമാറും തുടങ്ങിയ ക്യാമിയോസൊക്കെ ഉള്ള കണ്ണപ്പ സിനിമ കണ്ടു. വിഷ്ണു മഞ്ജുവിൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ കുഴപ്പമില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വൻ ശോകമാണ്. ഒരുപാട് നല്ല ലൊക്കേഷൻസ് സിനിമയിലുണ്ട്. നായികയുടെ കുറച്ച് ഗ്ലാമറസ് സീനുകൾ, കുറച്ച് ബാഹുബലി കങ്കു എല്ലാം മിക്സ് ചെയ്ത ഒരു സിനിമയാണ് കണ്ണപ്പ. പിന്നെ ഇതിലെ പല കഥാപാത്രങ്ങളുടെ പേര് തന്നെ കേൾക്കുമ്പോൾ ചിരി വരും. യോധ സിനിമയിലെ നായികയായ മധുബാലേൻ്റെ ഈ ഒരു സിനിമയിലെ പേര് പന്നറാണി എന്നൊക്കെയാണ്. പിന്നെ വിഷ്ണു മഞ്ജുവിൻ്റെ അച്ഛനും ഈ ഒരു സിനിമേൻ്റെ പ്രൊഡ്യൂസറുമായ മോഹൻ ബാബുവിന് കിടിലം BGM ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലാലേട്ടനും പ്രഭാസിനും പോലും ഇത്ര നല്ല BGM ഒന്നും ഈ ഒരു സിനിമയിലുണ്ടായിരുന്നില്ല. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ സിനിമയുടെ മ്യൂസിക്കും BGM ഒക്കെ സിനിമ ഹൈ ആക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. സിനിമയിലെ ചില സീൻസൊക്കെ ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്താണെന്നും വ്യക്തമായിട്ട് അറിയാനും സാധിക്കും. ലോജിക്കില്ലാത്ത പല സീനുകളും സിനിമയിലുണ്ട്. അവഞ്ചേഴ്സിലൊരു സീനുണ്ട്. പിന്നെ വലിയൊരു എട്ടുകാലിയൊക്കെ ഉണ്ട് ഇതിൽ. ആ ഒരു എട്ടുകാലി വലയിടുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ലാലേട്ടൻ്റെയും പ്രഭാസിൻ്റെയും ക്യാമിയോ റോൾസൊന്നും അവരതായിട്ടില്ല. അവർ വൃത്തിക്ക് ആ ഒരു കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഒരു 5 മിനിറ്റ് മാത്രമാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. 18 മിനിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ലാലേട്ടനുള്ള ഭാഗങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ച് കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്ത് അപരാധമായൊരു പടമായിരുന്നു കങ്കുവ. ആ ഒരു ലെവലിലൊന്നും അപരാധമല്ല ഈ ഒരു സിനിമ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു തവണ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു പടം തന്നെയാണ് കണ്ണപ്പ സിനിമ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ.